പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി അന്തിമ തെരഞ്ഞെടുപ്പിനാവശ്യമായ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. നിലവിൽ 2.54 കോടി ജനങ്ങളാണ് വോട്ടർമാരായിട്ടുള്ളത്. SIR ലിസ്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ചപ്പോൾ 19 ലക്ഷം ആളുകളാണ് SIR ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയത്, രേഖകൾ ഹാജരാക്കേണ്ടതായി നമ്മൾ കണ്ടെത്തിയത്. ഇപ്പോഴത് 37 ലക്ഷം ജനങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ അവർ രേഖകൾ ഹാജരാക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ അവരാദ്യമായി BLOക്കാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ ഇതുവരെ ഹിയറിംഗ് പൂർത്തിയാക്കിയത് 13.5 ലക്ഷം ആളുകളാണെന്നും പറയുന്നു. അപ്പോൾ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷകൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം 26 ലക്ഷം ആളുകളാണ്. ഇപ്പോൾ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ നമ്മൾ ഈ 26 ലക്ഷം ആളുകൾ ഉള്ളതായി സങ്കല്പിച്ചാൽ നമ്മളതിൻ്റെ ഒരു ആവറേജ് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ തന്നെ 19 ലക്ഷത്തോളം ആളുകൾ 19,000 ആളുകൾ അധികമായി വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോവുകയാണ്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള 7ഓളം ജില്ലകളിൽ മാത്രമായി വലിയ രീതിയിൽ ആളുകൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തിയ വിശകലനങ്ങളിൽ നമ്മൾ കണ്ടെത്തിയത് ഒരു ഫ്ലാറ്റിൽ തന്നെ 30-ലധികം ആളുകളൊക്കെ താമസിച്ചിരുന്നതായും വലിയ രീതിയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ പലയിടങ്ങളിലും തെറ്റായ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിൽ 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നും ആശങ്കപ്പെടുന്ന ആളുകളുണ്ടാകാം. അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയുടെ കാരണമായി പറയുന്നത് പേരിലുള്ള തെറ്റ്, 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള രക്ഷിതാക്കളുടെ പേരിലുള്ള അക്ഷര തെറ്റുകൾ അല്ലെങ്കിൽ ജനനത്തീയതികളുടെ വ്യത്യാസം തുടങ്ങിയ കാരണങ്ങളാൽ ഹിയറിംഗ് പൂർത്തിയാക്കേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായ ഒരു അധ്യാപനം എന്ന നിലക്ക് മനസ്സിലാക്കിയത് ഈ BLOമാരായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള നിരവധി അധ്യാപകർ ഈ അധ്യയന വർഷം അവസാനിക്കാനിരിക്കുന്ന ഈ സമയത്ത് അവർ പലരും ലീവിലാണ്. അതായത് ഒരു മാസത്തെ ലീവിൽ പോയ BLOമാരെ പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും ഒരു മാസത്തേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അതിൻ്റെ പ്രോസസ്സിങ്ങും നടക്കുന്നതായിട്ടും എനിക്ക് വ്യക്തിപരമായി അറിയാം. അപ്പോൾ അധ്യയന വർഷം അവസാനിക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളെ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ ഈ തരത്തിൽ BLOമാർക്ക് വർക്ക് നൽകുന്നത് എത്രമാത്രം ഉചിതമായിരിക്കുമെന്നുള്ളതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതുതലമുറയുടെ ഭാവിയെ വളരെയധികം ദുരിതത്തിലാക്കുന്ന ഇത്തരം നടപടികൾ, അതുമാത്രമല്ല 19 ലക്ഷം ആളുകൾ പുറത്തു പോയത് ഇപ്പോൾ 37 ലക്ഷം ആളുകൾ രേഖകൾ ഹാജരാക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് വളരെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തങ്ങളുടെ പേര് ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.